അപ്പോൾ നിങ്ങൾ ഇൻട്രോയിലും തമ്മിലും കണ്ട പോലെ ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് എങ്ങനെ മൊബൈലിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം. ഒരു 5 സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടാണ്. ഒരുപാട് ആപ്സ് നമുക്കിന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ ഒരു ആപ്പാണ് കൈൻമാസ്റ്റർ എന്ന ആപ്പ്. അതിൽ വളരെ സിമ്പിളായിട്ട് 5 സ്റ്റെപ്പ് ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്ത ആൾക്കും ചുമ്മാ ഒരു 5 സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, സോ എഡിറ്റിങ്ങിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രോ വേർഷനാണ്. നിങ്ങൾക്ക് അതിൻ്റെ ട്രയൽ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാനുള്ള ആവശ്യത്തിന് ട്രയൽ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ പ്രോ വേർഷന് മന്ത്ലി 250 റുപ്പീസാണ് പേ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യം ഏത് ആസ്പെക്ട് റേഷ്യോയിലാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ വിഷ്വലിനനുസരിച്ച് വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ എന്നുള്ളത് നമ്മളിവിടെ ചൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതാ ഈ കാണുന്ന പോലത്തെ ഒരു വിൻഡോ കിട്ടും. ഈ വിൻഡോയിലാണ് നമ്മൾ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം ഈ ടോപ്പിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ക്ലിപ്സ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യുക. നമ്മുടെ ക്ലിപ്പ് ഇമ്പോർട്ട് ആയതിനു ശേഷം 2 കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇമ്പോർട്ട് ചെയ്ത ക്ലിപ്പിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ആ ക്ലിപ്പിൻ്റെ ഓഡിയോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ഓഡിയോ അതുപോലെ യൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഓഡിയോ നമുക്ക് കട്ട് ചെയ്യണം. കാരണം വേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ വോയിസ് ഓവറോ കൊടുക്കാനുള്ള ഭാഗമാണെങ്കിൽ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ അതേ നോക്കി ഞാനിവിടെ ആദ്യം എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്തു. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് സെലക്ട് ചെയ്ത് അത് ആ വീഡിയോ സെലക്ട് ചെയ്ത് ട്രിമ്മർ യൂസ് ചെയ്ത് ട്രിം ലെഫ്റ്റ് ടു പ്ലേ ഹെഡ്. അപ്പം ആ ഭാഗം തൊട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ക്ലിപ്പിൽ സ്റ്റാർട്ടാകും. സെക്കൻഡ്, നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം ഒഴിവാക്കാനുള്ള അവസാനത്തെ ഭാഗം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെയിം ട്രിം റൈറ്റ് ടു പ്ലേ ഹെഡ്. സോ എനിക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം അവിടെ വീഡിയോ കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ലിപ്പിൻ്റെ ഓഡിയോ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിർത്താം. അല്ലെങ്കിൽ ഓഡിയോ ടാബ് പോവുക, ഓഡിയോ കംപ്ലീറ്റ് ഡിക്രീസ് ചെയ്ത് 0% ആക്കി കൊടുക്കുക. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് വേണ്ട വിഷ്വൽ ഒരു ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്യുക, ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്യുക, നമുക്ക് ഓഡിയോ ആവശ്യമെങ്കിൽ റിട്ടേൺ ചെയ്യുക, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ക്ലിപ്സിനും സെയിം റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ക്ലിപ്പുകൾ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 2, നമ്മളെ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മൾ എവിടെയാണോ വോയിസ് ഓവർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഈ കേഴ്സർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങുന്നതിനനുസരിച്ച് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക് അവിടെ റെക്കോർഡ് ആകുന്നുണ്ടാവും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം റെക്കോർഡിംഗ് എന്ന് കാണിക്കുന്നത്. സോ എത്ര സമയമാണോ നമുക്ക് ആ ഒരു വോയിസ് ഓവർ വേണ്ടത് അത്രയും സമയം നമുക്കൊരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ വായിച്ചു പോകാം. എന്നിട്ട് റെക്കോർഡ് ചെയ്യാം. വൺസ് നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ വയലറ്റ് കളർ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത ഓഡിയോ. ഇത് നമുക്ക് ശേഷം ഡിലീറ്റ് ചെയ്യാം, ട്രിം ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ചെയ്യാം. ഇനിയാണ് തേർഡ് സ്റ്റെപ്പ്. നമ്മുടെ വീഡിയോയ്ക്ക് നമുക്കൊരു ഓഡിയോ അല്ലെങ്കിൽ ഒരു BGM ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റിൽ കാണുന്ന ഓഡിയോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള സോങ്സോ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസ് നോട്ട്സോ നമ്മുടെ ഫോണിലുള്ള ഓഡിയോ ഫോർമാറ്റിലുള്ള എന്ത് ഫയലും നമുക്ക് ഇവിടെ ഒരു ഓഡിയോ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആഡ് ചെയ്യുന്ന ഓഡിയോ ഫയൽ നമുക്ക് ലെങ്ത് കട്ട് ചെയ്യാം, അതിൻ്റെ ഡെപ്ത് ഡിക്രീസ് ചെയ്യാം, അങ്ങനെ പല ഓപ്ഷൻസും കൈൻമാസ്റ്ററിലുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ പഠിക്കാം. ഇപ്പം ജസ്റ്റ് ഞാനൊരു BGM പോലെ ഇതിൽ ആഡ് ചെയ്തു. നമ്മളിപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ വീഡിയോ ഇമ്പോർട്ട് ചെയ്തു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിനൊരു വോയിസ് ഓവർ കൊടുത്തു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ അതിന് ഒരു BGM ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ക്ലിപ്പും മറ്റൊരു ക്ലിപ്പിലേക്ക് മാറുമ്പോൾ ചെറിയൊരു ട്രാൻസിഷൻ എഫക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഓരോ ക്ലിപ്പിൻ്റെ ഇടയിലും ഈ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ട്രാൻസിഷൻ എഫക്റ്റ് ലിസ്റ്റ് ചെയ്യും. അതിൽ ക്ലാസിക്കിൽ ക്രോസ് ഫെയ്ഡ് എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എഫക്ട്സ് കൊടുക്കാം. 3D എഫക്ട്സ് ഒരുപാട് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എഫക്ട്സ്, അതായത് ഒരു ക്ലിപ്പിൽ നിന്ന് മറ്റൊരു ക്ലിപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ട്രാൻസിഷൻ എഫക്റ്റ് നമുക്കവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 4 സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞു. അതായത് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വീഡിയോ ഇമ്പോർട്ട് ചെയ്തു, അതിലേക്ക് നമ്മൾ വോയിസ് ഓവർ കൊടുത്തു സെക്കൻഡ് സ്റ്റെപ്പായിട്ട്, തേർഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ അതിനൊരു BGM ആഡ് ചെയ്തു, ഫോർത്ത് സ്റ്റെപ്പായിട്ട് ഓരോ ക്ലിപ്പിനും നമ്മളൊരു ട്രാൻസിഷൻ ആഡ് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റെഡിയായി. ഇനി നമുക്കിതൊരു വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണം. ഈ എക്സ്പോർട്ടിംഗ് ആണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, അതായത് 5th ആൻഡ് ഫൈനൽ സ്റ്റെപ്പ്.
അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു സ്ക്രീൻ കിട്ടും. അതിൽ നമുക്ക് ഫുൾ HD, HD, SD അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വേണ്ട ഫോർമാറ്റ് തിരഞ്ഞെടുത്തിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് എത്ര ക്വാളിറ്റിയിലാണ് ഇത് വേണ്ടത്, ലോ ക്വാളിറ്റി വേണോ, ഹൈ ക്വാളിറ്റി വേണോ, അതായത് ഏകദേശം എത്ര MB ആണ് നമ്മുടെ വീഡിയോ സൈസ് ഉണ്ടാവുന്നതൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ശേഷം എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ റെഡിയായി. നമുക്കതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാം. കൂടെ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് നമ്മളൊരു വീഡിയോ കൈൻമാസ്റ്റർ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോകുന്നത്. ഇതുപോലെ കൈൻമാസ്റ്ററിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആനിമേഷൻ ചെയ്യാം, സ്ലോ മോഷൻ ചെയ്യാം, സിനിമാറ്റിക് ഫീൽ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കൈൻമാസ്റ്റർ ചെയ്യാം. അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ സ്ലോ മോഷൻ എങ്ങനെ ചെയ്യാമെന്നും അതുപോലെ വോയിസ് ഓവർ എങ്ങനെ കൊടുക്കാം, അതിൻ്റെ വേരിയേഷൻസ് എങ്ങനെ കൊടുക്കാം, സൗണ്ടിൻ്റെ വേരിയേഷൻസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കാമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡായി കാണുന്നവരേക്കും വിടാം.